Hi, Taste of your choice. Like എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചൈനീസ് ഡിഷായ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി വാങ്ങി കഴിക്കുന്ന ചില്ലി ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ ഒരു ചില്ലി ചിക്കൻ നമുക്ക് വീട്ടിൽ എങ്ങനെ റെഡിയാക്കാമെന്നും കണ്ടു നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 700 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് തന്നെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ചേർക്കുന്നത് ഒരു കോട്ടിങ് ചിക്കനിലേക്ക് കിട്ടാൻ വേണ്ടിയാണ്. കൂടെ 1 ടീസ്പൂൺ സോയാ സോസ്, 1/4 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1/4 ടീസ്പൂൺ റെഡ് ചില്ലി സോസും ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് വെക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അത് നമുക്ക് അതേപോലെ തന്നെ വറുത്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനിതൊരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് ഓയിലിനകത്ത് മുക്കി വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെറിയ പീസായിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബാച്ച് മൊത്തത്തിൽ വന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചേർക്കുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കരുത്. ഒന്നെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, അല്ലെങ്കിൽ ഒലിവ് ഓയിലോ, അല്ലെങ്കിൽ നല്ലെണ്ണ, അങ്ങനെ എന്തെങ്കിലും ചേർക്കാവൂ. കാരണം നമ്മുടെ ഇത് ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഇതിലേക്ക് യൂസ് ചെയ്യരുത്. ഇനി ഇത് 2 സൈഡും ഒരേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റുകയാണ്. നമുക്കിനി അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 സവോള ഇതേപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇത് ഈ വലുപ്പത്തിൽ തന്നെ നമ്മളിങ്ങനെ അരിഞ്ഞതിന് ശേഷം ഇളക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ അടർന്ന് വരും. അപ്പം അതേപോലെ കട്ട് ചെയ്തെടുത്ത 3 സവോള, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ക്യൂബ്സായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താണ്. നമ്മൾ ഈ ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിക്ക് ഇതേപോലെ അരിഞ്ഞെടുത്താണ് നല്ലത്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു രീതിയിൽ മാത്രം വഴറ്റിയെടുത്താൽ മതി. ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് കൂടെ കീറി ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴണ്ടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ സോസുകൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഇതിലേക്ക് 2.5 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല, സോസുകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഇത് 3 കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവോളയിലും അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിലുമൊക്കെ മൊത്തത്തിലൊന്ന് പിടിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ചിക്കനിലും കുറച്ച് സോസുകൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും സോസ് ഇതിന് ആവശ്യമുള്ളൂ. ഇപ്പം എല്ലാം മൊത്തത്തിലായിട്ടുണ്ട്. ഇനിയിപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം സോസുകളും എല്ലാം ചേർത്തിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് കൂടി ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം വെള്ളം ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവിക്ക് അനുസരിച്ചും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിനുള്ള ഗ്രേവി എടുക്കുന്നുള്ളൂ.
പിന്നെ നമ്മുടെ ഈ ചിക്കൻ്റെ കറി തിക്കായി വരാൻ വേണ്ടി ഇപ്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1 കപ്പ് വെള്ളത്തിനകത്ത് ചേർത്ത് കലക്കിയെടുത്താണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഗ്രേവി നന്നായിട്ട് കുറുകി വരും. ഇതാണ് ചില്ലി ചിക്കൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. കോൺഫ്ലവർ ചേർക്കുമ്പോഴുള്ള ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ അതും ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഗ്രേവി എടുക്കുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കൂടുതലായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ളൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ശരിക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.